ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരക്കുറുകാർക്ക് തുലാമാസം ആദ്യപകുതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി തുലാമാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യനും ചൊവ്വയും ബുധനും തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടക രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ കന്നി രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. 1201 തുലാമാസം 1-ാം തീയതി വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ഉച്ചക്ഷേത്ര സ്ഥിതി മൂലം വ്യാഴം ഏതാണ്ട് എല്ലാ കൂറുകാർക്കും വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത്. കാര്യമായ ദോഷാനുഭവങ്ങളൊന്നും വ്യാഴത്തെ കൊണ്ട് അനുഭവപ്പെടുന്നതല്ല. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭൂരിഭാഗം ഗ്രഹങ്ങളും ചാരവശാൽ വളരെ അനുകൂലമാണ്. സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഈ കൂറുകാർക്ക് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ വലിയ ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയും. മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടായാലും അതൊക്കെ സഫലമാകും. പലതരത്തിലുള്ള വിജയങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. സൂര്യന്റെ 10-ാം ഭാവസ്ഥിതി മൂലം വലിയ ഉയർച്ച ഇവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങളിലും വലിയ പുരോഗതിയാണ് ഇവർക്ക് നേടാൻ സാധിക്കുക. അസാധ്യമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി ഇവർക്ക് നേടുവാൻ കഴിയും. ചൊവ്വ 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഇവർക്ക് വളരെ അനുകൂലമാണ്. പല വിധത്തിലുള്ള ധനാഗമമാണ് 10-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം. നാനാഭാഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കൈവരും. കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ വലിയ മാറ്റം സംഭവിക്കുകയും ഭദ്രമായ ഒരു സാമ്പത്തിക നില കൈവരികയും ചെയ്യും. സാമ്പത്തിക പ്രയാസം മൂലം മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയും. ബുധൻ ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധന്റെ ചാരഫലവും ഇവർക്ക് വളരെ ഗുണകരമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ 10-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി മൂലം ഇല്ലാതാകും. ഇതുവരെ അനുഭവിച്ചിരുന്ന ശത്രുദോഷത്തിനൊക്കെ പരിഹാരമുണ്ടാകും. ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുകയും അവർ വളരെയേറെ സഹായങ്ങൾ ഈ കൂറുകാർക്ക് നൽകുകയും ചെയ്യും. ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറുന്ന ഒരു അസാധാരണ കാഴ്ച ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. അതുപോലെ വലിയ സാമ്പത്തികമായ നേട്ടവും 10-ാം ഭാവത്തിലെ ബുധൻ ഇവർക്ക് നൽകും. നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മരംഗം വലിയ ലാഭത്തിലേക്ക് നീങ്ങും. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന കടം കൊടുത്ത തുകകളൊക്കെ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ തിരികെ ലഭിക്കും. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം അതിൽ നിന്നും പ്രതീക്ഷിക്കാം. പുതിയ പുതിയ കർമ്മരംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതൊക്കെ വിജയിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് തൊഴിലാളികൾക്കും ഒക്കെ അവിചാരിതമായി ചില ആനുകൂല്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും വ്യവസായികൾക്കും ഒക്കെ വലിയ സാമ്പത്തിക നേട്ടം തുലാമാസം ആദ്യ പകുതിയിൽ ലഭിക്കുന്നതാണ്. സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനും ധാരാളം സ്ത്രീ സുഖം അനുഭവിക്കുവാനും ഉള്ള യോഗം ഇവർക്ക് കാണുന്നു. ദാമ്പത്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം നിലനിർത്തുവാൻ കഴിയും. എന്നത്തേക്കാൾ ഉപരി കൂടുതൽ സ്ത്രീ സുഖം ഇവർക്ക് അനുഭവത്തിൽ വരും. ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വാക്കിനും ബുദ്ധിക്കും വലിയ നിപുണത നൽകുന്നതാണ്. വാക് ചാതുര്യവും വാക് സാമർഥ്യവും ഇവർക്ക് കൂടുതലായി വന്നു ചേരും. വാക് നിപുണത മൂലം മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും അവർക്ക് പ്രിയപ്പെട്ടവരായി മാറുവാനും ഈ കൂറുകാർക്ക് സാധിക്കും. അതുമൂലം വലിയ നേട്ടങ്ങൾ
ജീവിതത്തിൽ വന്നു ചേരും. വാക്കുകൾ കൊണ്ട് പലരെയും ആകർഷിക്കുവാനും അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാനും അതിലൂടെ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബുദ്ധിപരമായി കാണിക്കുന്ന മികവ് ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കി കൊടുക്കും. ഓരോ സന്ദർഭത്തിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിമറിക്കുന്നതിന് ഇവർക്ക് അസാധാരണമായ ഒരു കഴിവ് തുലാമാസം ആദ്യ പകുതിയിൽ ലഭിക്കുന്നതാണ്. വളരെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. വിവാഹം ആലോചിച്ച് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ ഒരു സമയം വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരും. അതുപോലെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ അനുഭവിച്ച് വരുന്നവർക്ക് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ തുലാമാസം ആദ്യ പകുതിയിൽ സാധിക്കുന്നതാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്നും വലിയ ഉയർന്ന നിലയിലേക്ക് ഇവർക്ക് ജീവിതത്തിൽ ഉയരുവാൻ കഴിയും. സാമ്പത്തികമായി കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതും കൂടുതൽ അധികാരം കൈയാളാൻ പറ്റുന്നതുമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഉയർന്ന തലത്തിലേക്ക് പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ള നിലയിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന ഒരു നിലയിലേക്ക് മാറുന്നതിന് അവസരം ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ രംഗത്തു നിന്നും ധാരാളം സാമ്പത്തിക നേട്ടം ഇവർക്ക് നേടാൻ കഴിയും. ധനപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെ ചില ലോട്ടറി ഭാഗ്യങ്ങൾ തന്നെ വന്നു ഭവിക്കും. അപ്രതീക്ഷിതമായി അവിചാരിതമായി സാമ്പത്തികമായ വലിയ കുത്തൊഴുക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. 9ാം ഭാവത്തിലെ ശുക്രൻ പ്രധാനമായും സാമ്പത്തികമായ വലിയ ലാഭം ഇവർക്ക് നേടിക്കൊടുക്കും. കൃഷിയും കച്ചവടവും വ്യവസായവും ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ വലിയ നേട്ടം പ്രതീക്ഷിക്കാം. ഇതുവരെ സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചിരുന്ന മേഖലകളിൽ നിന്നും സാമ്പത്തികമായ വലിയ ഉണർവ് ഇവർക്ക് കൈവരും. കിട്ടാക്കടങ്ങളൊക്കെ അനായാസേന ഇവർക്ക് തിരികെ ലഭിക്കുന്നതാണ്. ചിട്ടിയും ലോണും ഒക്കെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പാർട്ണർഷിപ്പ്, കച്ചവടമോ വ്യവസായമോ ഒക്കെ നടത്തുന്നവർക്ക് അതിൽ നിന്നും മുമ്പത്തേക്കാൾ ഉപരി വലിയ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീ സുഖവും വളരെ കൂടുതലായി അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് യോഗം കാണുന്നു. കമിതാക്കളായ യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള അനുകൂല സമയമാണ് വരാൻ പോകുന്നത്. വളരെ കാലമായി വിവാഹ ആലോചനകൾ നടന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ദൃഢമായ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദമ്പതിമാർക്ക് സാധിക്കും. സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യതയും ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നു. ബഹുവിധമായ സുഖമാണ് മകരക്കൂറുകാര് തുലാമാസം ആദ്യ പകുതിയിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന എല്ലാവിധ സുഖാനുഭവങ്ങളും ഇവർക്ക് ലഭ്യമാകും. ജീവിതാഭിലാഷങ്ങളൊക്കെ ഒന്നൊന്നായി നിറവേറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തിച്ചേരും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുവാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ വലിയ ഐക്യവും സമാധാനവും അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നത്തേക്കാൾ ഉപരി വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഭാഗ്യസ്ഥാനത്തേക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് അവിസ്മരണീയമായ സുഖാനുഭവങ്ങളാണ് തുലാമാസം ആദ്യ പകുതിയിൽ നൽകുവാൻ പോകുന്നത്. 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ഈ കൂറുകാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. ആരോഗ്യപരമായി വലിയ ഉയർച്ച
ഇവർക്ക് അനുഭവപ്പെടും. ചെറിയ രോഗലക്ഷണങ്ങളൊക്കെ കണ്ട് ചികിത്സ നടത്തിപ്പോരുന്നവർക്ക് ചികിത്സകളൊക്കെ അവസാനിപ്പിച്ച് വലിയ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസരമാണ് വന്നു ചേരുന്നത്. അഭീഷ്ട കാര്യങ്ങളുടെ സിദ്ധിയും 3-ാം ഭാവത്തിലെ ശനി ഇവർക്ക് നൽകുന്നു. തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആഗ്രഹിക്കുന്ന സമയത്ത് അനുഭവിക്കാനുള്ള യോഗമാണ് 3-ാം ഭാവത്തിലെ ശനി ഇവർക്ക് നൽകുന്നത്. ധനധാന്യങ്ങളുടെ ലാഭവും ഇവർക്ക് 3-ാം ഭാവത്തിലെ ശനി നൽകുന്ന ചാരഫലത്തിൽ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ധനധാന്യ സമ്പത്ത് ഇവർക്ക് വന്നു ചേരും. നഷ്ടം എന്ന ഒന്ന് ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതല്ല. എവിടെയും ലാഭം മാത്രമാണ് ഇവരെ കാത്തിരിക്കുന്നത്. എല്ലാ രംഗത്തും ഉറച്ച ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും. എന്നാൽ 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഇവർക്ക് അത്ര അനുകൂലമല്ല. സ്വജന വിരോധവും ചില കുടുംബകലഹവും ഭാര്യ-പുത്രാദികളുടെ വിയോഗവും ഒക്കെ ചില സമയങ്ങളിൽ അനുഭവപ്പെടുവാൻ ഈ കൂറിൽ പെട്ടവർക്ക് സാധ്യതയുണ്ട്. ദൂരദേശവാസവും ഇവർക്ക് അനുഭവപ്പെട്ടേക്കാം. പല രീതിയിലുള്ള വിഷമങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദേഹത്ത് ഒടിവ്, ചതുവ് മുതലായ പരിക്കുകൾ പറ്റാനും രക്തസ്രാവം ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ എപ്പോഴും വലിയ ശ്രദ്ധ ജീവിതത്തിൽ കൊടുക്കുന്നത് നല്ലതാണ്. മനോദുഃഖവും അതുപോലെ മാനഭംഗവും അനുഭവിക്കാനും ഇവർക്ക് യോഗം കാണുന്നു. രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഉള്ള ദോഷങ്ങൾ പൂർണ്ണമായും മാറുന്നതിന് സർപ്പദൈവങ്ങൾക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നതും ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. ഈശ്വര ചിന്തയോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടിറങ്ങുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഏതാണ്ട് ബഹുഭൂരിഭാഗം ഗ്രഹങ്ങളും ഈ കൂറുകാർക്ക് അനുകൂലമാണ്. പ്രാർത്ഥനയും വഴിപാടും നടത്തി രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങൾ ഇവർക്ക് മാറ്റുവാൻ കഴിയും. എല്ലാവിധത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.